നമസ്കാരം. എൻ്റെ പേര് കൊച്ചനിയൻ എന്നാണ്. വെട്ടിക്കവലയിലെ ഒരു മുൻ മെമ്പറായിരുന്നു. ഞാനിപ്പോൾ അഞ്ചൽ തടിക്കാട് റൂട്ടിൽ വരുമ്പോൾ ഇവിടെ ഒരു നിലം പാടശേഖരം കൊയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ പണ്ട് ഞാൻ ചെയ്ത ഒരു ജോലിയായിരുന്നു ഈ കൊയ്ത്ത്, അതുപോലെ ചവിട്ടാൻ പോവുക. എൻ്റെ അച്ഛനും അമ്മയും അമ്മ ചെയ്യുന്ന ജോലിയായിരുന്നു, അച്ഛൻ കൃഷിപ്പണിയായിരുന്നു, കണ്ടം പൂട്ടുമൊക്കെ ആയിട്ട് പോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് വലിയ ഒരു സന്തോഷവും ഒരു കൗതുകം തോന്നി. കാരണം ഇപ്പോൾ ഈ ജോലിക്ക് ആളിനെ കിട്ടാറില്ല. കാരണം ഇതിൻ്റെ കാര്യവും തിരക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ഇറങ്ങി. ഇതിപ്പോൾ തടിക്കാടാണ്, ഏറം അല്ലേ, ഏറം എടുത്ത് കളിയിൽക്കട ഭാഗമാണ്. ഇവിടെ നിലമെല്ലാം ഏതാണ്ട് നികത്തപ്പെട്ട് കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന നിലങ്ങളിൽ ഈ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിന് തയ്യാറായൊരു ഇതിന് മൊത്തം കൃഷി ചെയ്ത ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. അദ്ദേഹമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ പേര് പേരെന്താ? എൻ്റെ പേര് രമേശൻ എന്നാണ്. നമ്മളിപ്പോൾ വർഷങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ കൃഷിപ്പണികളൊക്കെ ചെയ്യുന്നത്. ഈ കൃഷിപ്പണി ഒരുപാട് വർഷങ്ങളുണ്ട്. ഞാനിവിടെ ഒരുപാട് വർഷങ്ങളുണ്ട്. ഇപ്പോൾ 4-5 വർഷം കൊണ്ട് ഈ കൃഷിപ്പണി ചെയ്യുന്നു. നെല്ലിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു കുഴപ്പമില്ലാതെയുള്ള ഇത് കിട്ടുന്നുണ്ട്. അവർക്ക് ആദായമുണ്ട്. എത്ര ഏക്കർ ചെയ്യുന്നുണ്ട്? ഇതിപ്പോൾ ഇത് 5 പറ, അത് കഴിഞ്ഞിട്ട് എല്ലാവരും 8 പറയാണ്. 8 പറയാണ്. 8 പറയാണ്. 8 പറ. അപ്പോൾ അത് ഏക്കർ വേറെയാണ്. നമ്മൾ പണ്ട് പറയുന്ന 5 ഏക്കർ, 5 പറ അങ്ങനെ 8 പറ അങ്ങനെ പറയുന്നത്. ഇതിപ്പം ഏക്കർ ഇത് എത്ര? ഇതിപ്പോ 50 സെന്റ് കൂടുതലുണ്ട്. 50 സെന്റ് കൂടുതൽ അതുകൊണ്ട്. അപ്പോൾ ഇതിന്റെ ഉടമസ്ഥൻ ആരാണ്? ഇവിടുത്തെ ഉടമസ്ഥൻ ലളിതാഭായ് എന്ന് പറയുന്ന ഒരു കൃഷിക്കാരിയാണ്. ഇദ്ദേഹത്തെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. ഇദ്ദേഹമാണ് വർഷങ്ങളായിട്ട് ബാബുജി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വൈഫാണ് ലളിതാഭായ്. അഞ്ചലാണ്, തടിക്കാട് കളിയിക്കട ഏറം റൂട്ട്. ഇത് നമ്മളെ കൊയ്ത്തുകാരൊക്കെ പരിചയപ്പെടാം. ആണോ? അപ്പൊ നമ്മളെ ഇവിടെ എല്ലാം പോയി പരിചയപ്പെടാം. കൊയ്ത്തുകാരെ പരിചയപ്പെടുന്നതൊന്നും കുഴപ്പമില്ല, സംസാരിക്കാം. ഓക്കെ. അപ്പൊ നമ്മള് കാരണം ഇപ്പം കാർഷിക മേഖല ഏറെ പ്രതിസന്ധിയിലാണ്. കാരണം ഒന്ന്, കൃഷി ചെയ്യാൻ ആളില്ല, ഈ രംഗത്തേക്ക് ആളില്ല. പരിചയപ്പെടുത്തണം. ഇത് കൃഷിക്കാരാണ്. ഇത് നമ്മളെ ഞാൻ പണ്ട് ഈ കൃഷി ചെയ്യുന്ന ആളായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും കശുവണ്ടി തൊഴിലാളി, അതുപോലെ ഈ നെൽകൃഷിയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. എൻ്റെ അച്ഛനും കൃഷിക്കാരനായിരുന്നു. നിങ്ങളിങ്ങനെ ഇപ്പം ഇങ്ങനെ കാണാനില്ലാത്തൊരു കാഴ്ചയാണ്. കൃഷിക്കാരെ ഒന്നും കാണാനില്ല. ഞാൻ കൊയ്യാൻ പോയിട്ടുണ്ട്, ചവിട്ടാനും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ ഇതുപോലെ ചെയ്യുന്ന ഒരാളായിരുന്നു, ഇതേപോലെ കൊയ്ത്തിന്. ഇന്നൊക്കെ കൃഷിയെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഉള്ള പാടശേഖരം എല്ലാം നികത്തപ്പെടുകയാണ്. ഞാൻ ഈ നെൽപ്പാടം നികത്തുന്നതിനെതിരെ വർത്തമാനം പറയുന്ന ഒരാളും കൂടാണ്. അപ്പോൾ ഈ കൃഷി നല്ല ഈ ഒരു നില ഉണ്ടായി വരുന്നത് വർഷങ്ങളുടെ ഇതുകൊണ്ടാണ്. ഈ ചതുപ്പൊക്കെ പെട്ടെന്ന് നികത്തി കളയാണ്. ഈ ഏല മുഴുവൻ നികത്തി ഏതാണ്ട് ഇനി ഇത്രയും ഭാഗമേ ഉള്ളൂ. ഇവിടെ ഇത്രേ ഉള്ളൂ. 2 കണ്ടേ ഉള്ളൂ. എന്റെ പേരെങ്ങനെ? എങ്ങനെ അമ്മയുടെ രാധ, കുഞ്ഞു പെണ്ണ്, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. ഇവിടെ അടുത്തൊക്കെ ഉള്ളവരാണ്. അടുത്തുള്ളവരാ. 10 ഇത്രയും കൃഷി ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ. ഇതേ ഉള്ളൂ, ഒരു കൃഷിയേ ഉള്ളൂ. ഇവര് പറഞ്ഞ ഈ തൊഴിലുറപ്പ് വന്നതോടുകൂടിയാണ് ഈ കൃഷി പോയത് എന്നാണ് കാര്യം. തൊഴിലുറപ്പിന് പോകുമ്പോൾ ആൾക്ക് ഈ കൂലി കിട്ടും. പിന്നെ തൊഴിലുറപ്പുകാരെ കുറ്റം പറയുമല്ല, പക്ഷെ തൊഴിലുറപ്പ് വേണം. ഒപ്പം ഈ പാടശേഖരം കൂടി ഈ തൊഴിലുറപ്പ് ഇതിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി ചെയ്യാമെങ്കിൽ വളരെ നല്ലൊരു സാധ്യതയാണ്. അത് ഏറ്റവും നല്ലതാണ്. അദ്ദേഹം പറയുന്നത് അതാണ്. എല്ലാവർക്കും ജോലിയാവും, പാടശേഖരം വൃത്തിയായിട്ട് കിടക്കും. അതുപോലെ അതെ, അതെ. അപ്പൊ ഇത് മണ്ണിട്ട് മൂടത്തില്ല, ആ നിലയിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇവിടുത്തെ നമ്മുടെ അധികാരികൾ ഇത്തരത്തിലുള്ള ഈ തൊഴിലുറപ്പ് മേഖലയെ ഈ തൊഴിൽ അധിഷ്ഠിതമായി, അതായത് മനുഷ്യർക്ക് ഗുണകരമാകുന്ന രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തണം. ഇവിടെ നമ്മുടെ പാർലമെന്റിലൊക്കെ കർഷകർക്ക് വേണ്ടി വലിയ ഘോരം ചർച്ച നടക്കുകയാണ്. പക്ഷേ ചർച്ച മാത്രമേ ഉള്ളൂ, കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നില്ല. എൻ്റെ പേര് അനിലിനാണ്, കൊച്ചനിയൻ എന്ന് പറയും, വെട്ടിക്കവല. ഈ ജോലി ആദ്യമായിട്ടാണോ നേരത്തെ ചെയ്യുന്നതാണോ? കൊയ്ത്തൊക്കെ പണ്ടേ ചെയ്യുന്ന കൊയ്ത്ത് തൊഴിലാളികളാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അപ്പം ഞാൻ വെട്ടിക്കവലയാണ്. ഞാൻ അവിടുത്തെ പഴയ മെമ്പറായിരുന്നു.
അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഈ തൊഴിൽ ഇപ്പോഴത്തുള്ള തലമുറയ്ക്കകത്ത് നെല്ലെന്ന് പറഞ്ഞു കൊടുക്കാം. പക്ഷെ അടുത്ത തലമുറയ്ക്ക് ഇങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. അതെ അതെ. ഇപ്പൊ ഈ പുതിയ രംഗം ഇപ്പൊ എല്ലാം മെഷീനറികളാണ്. പക്ഷെ അതും ഈ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉൽപാദനം കൂട്ടി ചെയ്യാം. അതുപോലെ ഈ തൊഴിലാളികളെയും ഉപയോഗപ്പെടുത്താം. അപ്പൊ എല്ലാവരും കൂടെ നിർത്തിക്കൊണ്ട് ഇങ്ങനെ കണ്ടവും കാര്യങ്ങളെല്ലാം നികത്താതെ കൃഷി ചെയ്തെടുക്കാം. അതെ, കണ്ടവും ഒന്നും നികത്താതെ തന്നെ കൃഷി ചെയ്ത് എടുക്കാമെന്നാണ് ചേട്ടൻ പറയുക. പേരെങ്ങനെ ചേട്ടാ? അജി എന്നാണ് പേര്. ഈ പറഞ്ഞോളൂ. ഇപ്പൊ 80% നിലം നികത്തി ഓരോന്നോരോന്ന് വെക്കുക. ഈ ഒരു 4-5 കണ്ടേ ഉള്ളു ഇവിടെ റെഡി ആയിട്ടുള്ളത്. ഇപ്പൊ തൊഴിലുറപ്പും കൂടെ ഇതിനകത്ത് കൊണ്ടുവരുവാന്നുണ്ടെങ്കിൽ വയലും കൂടെ ചെയ്യാനുള്ളത് നോക്കണം. അപ്പം കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും സാധാരണക്കാരാ. എല്ലാവരും. അപ്പൊ ഇത് ഇവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ ഈ തൊഴിലുറപ്പിനകത്ത് ഈ നിലം കൂടി ഉൾപ്പെടുത്തി കൃഷി ചെയ്യണം. ഇതാണ് അവരുടെയും കൂടെ ഒരു ആവശ്യം. നോക്കൂ, ഇവിടെ നല്ല പിന്നെ ഒരു കിളി വന്നിരിപ്പുണ്ട്. ഇതിന്റെ മറ്റ് വിത്തുകൾ കഴിക്കാൻ അതുപോലെ കൊക്കിരിപ്പുണ്ട്. മറ്റൊരു അപൂർവ ഒരു കിളി ഞാൻ അധികം കണ്ടിട്ടില്ല. നല്ല സുന്ദരമായൊരു കിളി ഇരിപ്പുണ്ട്. അപ്പൊ ഇതിനകത്തൊന്നും ഇപ്പം പണ്ട് ഒരുപാട് മീനുകള് ഒക്കെ ഉണ്ടായിരുന്നു ഈ പിന്നെ വയലുകളിൽ. അപ്പം എന്തായാലും പിന്നെ നമ്മുടെ നെൽകൃഷികളെല്ലാം വീണ്ടും പഴയതുപോലെ പുനഃസ്ഥാപിച്ചുകൊണ്ട്, അതായത് ഒരു പരിസ്ഥിതി സൗഹൃദമായ വികസനമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടത്. അല്ലാതെ എല്ലാ നെൽവയലുകളും നികത്തി കുന്നുകളെല്ലാം ഇടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു വികസനമല്ല. പകരം നമ്മുടെ പ്രകൃതിയിലെ എല്ലാ സംവിധാനങ്ങളും അതേപടി നിലനിർത്തിയുള്ള ഒരു പരിസ്ഥിതി സൗഹൃദ വികസനമാണ് നമ്മുടെ നാടിന് നല്ലത്. നമ്മുടെ ടൂറിസത്തിന് അത് ഏറ്റവും കൂടുതൽ ഗുണകരമാകും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ നെൽവയൽ നികത്തുന്നത് പലയിടത്തും കണ്ടിട്ടുണ്ട്. അതിനെതിരെ പലപ്പോഴും പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. പലയിടത്തും കൊടി കുത്തിയിട്ടുണ്ട്. ഞാൻ മുമ്പ് KSKTU എന്ന സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിലം നികത്തുന്നതിനെതിരായിട്ട് വലിയ സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. സഖാ VS അച്യുതാനന്ദൻ ഒരുപക്ഷെ കേരളത്തിൽ KSKTU എന്നൊരു സംഘടന ഒരു ജീവസ്സുള്ള ഒരു സംഘടനയായിരുന്നു. ഇന്ന് ആ സംഘടനയുടെ ഏതാണ്ട് പേര് മാത്രമായി അവശേഷിക്കുകയാണ്. നിലങ്ങളെല്ലാം ഏതാണ്ട് നികത്തപ്പെട്ടു. അപ്പോൾ ഇന്നിപ്പോൾ പാർലമെന്റിൽ നമ്മുടെ ബ്രിട്ടാസ് എന്ന് പറയുന്ന ഒരു MP ഈ കൃഷിക്കാർക്ക് വേണ്ടി, അതായത് വിദേശ കമ്പനികൾ വന്നാൽ പിന്നെ ഈ പുതിയൊരു യൂറോപ്യൻ കരാറുണ്ടായിട്ടുണ്ടല്ലോ, ഈ കരാറിനെതിരെയൊക്കെ വലിയ വലിയ പ്രസംഗങ്ങളാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ യഥാർത്ഥ അവസ്ഥ ഇതുപോലെയുള്ള നിലങ്ങളെല്ലാം നികത്തി ഇതൊരു കമോഡിറ്റിയായി കണ്ടുകൊണ്ട് ഇതെല്ലാം വിൽപ്പന നടത്തുന്ന ഒരു പിന്നെ നിലവാരമാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമുക്കറിയാം, നിങ്ങൾ അപ്പുറത്ത് കാണുന്ന പുരയിടമെല്ലാം നികത്തിയെടുത്തതാണ്. ഇവിടെ ഈ മുഴുവൻ ഏലായി നികത്തിയെടുത്തതാണ്. ഇത്രയും ഭാഗം മാത്രമാണ് കൃഷി ഉള്ളത്. അപ്പോൾ എന്തായാലും ഇനിയുള്ള കാലമെങ്കിലും ഉള്ള നിലമെങ്കിലും സംരക്ഷിക്കുന്ന നിലയിലേക്ക് നമ്മുടെ സമൂഹം മാറണം. ഞാൻ എല്ലാ ആളുകളും ആ നിലയിലേക്ക് മാറണം. ഇത് കണ്ടപ്പോൾ ഒരു ലൈവ് ഇടാം എന്ന് കരുതി. ഈ യൂറോപ്യൻ കരാറുമായി ബന്ധപ്പെട്ട് നമ്മുടെ കർഷകരുടെ ആശങ്ക നമ്മുടെ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ MP ബ്രിട്ടാസിന്റെ നേതൃത്വം വലിയ ഘോരം ചർച്ചയാണ്. ആദ്യം ഇവരൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ യഥാർത്ഥ പ്രശ്നം, നമ്മുടെ ചുറ്റുവട്ടമുള്ള വയലുകൾ മുഴുവൻ കാട് കയറി പന്നിയും കയറി ഉള്ളത് നികത്തി നാശകോശമായി ഇട്ടിരിക്കുകയാണ്. ഇതിന് മുഴുവൻ ഒരു സംവിധാനം ഉണ്ടാക്കാതെ നമ്മുടെ ചുറ്റുവട്ടമുള്ള ഈ സംവിധാനം, ഒരുപക്ഷെ ഈ കണ്ടം ആരോ എടുത്തോട്ടെ, ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ അംബാനിയോ അദാനിയോ ആര് വന്നെങ്കിലും എടുത്ത് കൃഷി ചെയ്യട്ടെ, അത് ഉൽപാദനം നടക്കട്ടെ. ആ ഉൽപാദനം നടക്കുന്ന വസ്തുക്കൾ ആരെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുമല്ലോ, കുറേ പേർക്ക് തൊഴിൽ കിട്ടുമല്ലോ. ഇത് അംബാനി ആയിക്കോട്ടെ, അദാനി ആയിക്കോട്ടെ, ഇനി മൊൺസാൻഡോ ആയിക്കോട്ടെ, മൾട്ടിനാഷണൽ കമ്പനി ആയിക്കോട്ടെ, നമ്മുടെ നാട്ടിലെ ഈ കാർഷിക മേഖല തകരാതിരിക്കട്ടെ, കുറച്ചു പേർക്ക് തൊഴിലുണ്ടാവട്ടെ. ഇത് മാത്രമാണ് എൻ്റെ ഒരു അപേക്ഷ ഇതുമായി ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത്. മാത്രമല്ല, ഇവിടെ ഒരുപാട് തൊഴിലാളികൾ ഇതുമായി ബന്ധപ്പെട്ട അവരുടെയൊക്കെ ജീവിതമാണ്. ഇത് കാണുക എന്നത് തന്നെ വളരെ മനോഹരമാണ്. എൻ്റെ അമ്മയും ഇതുപോലെ കൊയ്യാൻ പോകുന്ന ഒരു തൊഴിലാളിയായിരുന്നു. അച്ഛൻ കണ്ടം പൂട്ടാൻ പോകുന്ന കാളയും ഒക്കെയായി കലപ്പയുമായി പോകുന്ന ഒരു തൊഴിലാളിയായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ആളുകളോട് ഐക്യപ്പെടാൻ പറ്റുന്നതും ഇത്തരമുള്ള കാര്യങ്ങൾ പിന്നെ വിഷയങ്ങൾ ഞാൻ പലപ്പോഴും പറയാറുള്ളത്. എന്നെ കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നന്ദി. നിങ്ങൾ പറ്റുമെങ്കിൽ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇതിൻ്റെ ഒരൊറ്റ മെസ്സേജാണ് നൽകാനുള്ളത്. നമ്മുടെ കൃഷിയിടങ്ങൾ ഇതുപോലുള്ള ചതുപ്പുകൾ ഒരു കാരണവശാലും മണ്ണിട്ട് നികത്തപ്പെടരുത്. 2, ഹോട്ടൽ മാലിന്യം ഈ തോടുകളിലും ഇതിനോട് ചേർന്നുള്ള നീരുറവകൾ മലിനമാക്കുന്ന ഒരു പിന്നെ രീതിയുണ്ട്. വേസ്റ്റുകൾ തള്ളുന്ന രീതിയുണ്ട്. തോടുകളെല്ലാം നികത്തപ്പെട്ടതോടുകൂടി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് വേസ്റ്റുകളുമെല്ലാം
ഉള്ള ഈ നിലങ്ങളിൽ, കണ്ടങ്ങളിൽ അല്ലെങ്കിൽ വയലേലകളിൽ വ്യാപരിക്കുന്ന ഒരു പിന്നെ സാഹചര്യമാണുള്ളത്. ഇതിനെതിരെയൊക്കെ ഉള്ള ഒരു പ്രതിഷേധം കൂടിയാണ്. ഇതെല്ലാം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ആരായാലും ഈ പാടങ്ങളെല്ലാം, കൃഷികളെല്ലാം നിലനിർത്തിയുള്ള ചതുപ്പുകൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വികസനമാകണം നമ്മുടേത്. കരപ്പുരയിടങ്ങൾ ഇഷ്ടം പോലുണ്ട്. അതുകൊണ്ട് ഉള്ള നിലമെങ്കിലും സംരക്ഷിക്കുന്നതിനുള്ള ഒരു നിലപാടായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ പങ്കുവെക്കുന്നത്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.